ഒരു കാലത്ത് ഹസ്തികനാപുരദേശത്ത് പാണ്ഡവർ യുധിഷ്ഠിര, ഭീമ, അർജുൻ, നകുല, സഹദേവ എന്നറിയപ്പെടുന്ന 5 ഇതിഹാസ സഹോദരന്മാരുണ്ടായിരുന്നു. ദൈവിക അനുഗ്രഹങ്ങളിലൂടെ ജനിച്ച അവർ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും പുത്രന്മാരായിരുന്നു. എന്നിരുന്നാലും അവരുടെ ജീവിതം സാധാരണയല്ലാതെ മറ്റെന്തെങ്കിലും ആയിരിക്കും. അവരുടെ ബന്ധുക്കളുടെ ശക്തിയും നീതിയും അസൂയപ്പെടുത്തി സിംഹാസനം പിടിച്ചെടുക്കാൻ തീരുമാനിച്ച ദുര്യോധനൻ. ആദ്യം അദ്ദേഹം ഭീമനെ വിഷലിമഴക്കാൻ ശ്രമിച്ചു, പക്ഷേ ശക്തനായ ഭീമ രക്ഷപ്പെട്ടു. പിന്നെ അവർ ഒരിക്കലും മടങ്ങിവരില്ലെന്ന് പ്രതീക്ഷിച്ച് ദുര്യോധന പാണ്ഡവന്മാരെ അയച്ചു. എന്നാൽ ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. അവരുടെ പ്രവാസകാലത്ത് പാണ്ഡവർ കൂടുതൽ യുദ്ധങ്ങളിൽ കൂടുതൽ ബുദ്ധിമാനും കൂടുതൽ പ്രഗത്ഭനുമായതായി വളർന്നു. അവർ സഖ്യങ്ങൾ കെട്ടിച്ചമച്ചതായും ഹസ്തിനപുരയിലേക്കുള്ള തിരിച്ചുവരവ് അനിവാര്യമായിരുന്നു. അവർ ഒരു ചെറിയ സ്ഥലം മാത്രമേ ആവശ്യപ്പെടുകയുള്ളത്, പക്ഷേ ദുര്യോധന അഭിലാഷം അന്ധരാണെന്ന് വിസമ്മതിച്ചു. ഇത് മഹാനായ കുരുക്ഷേത്ര യുദ്ധത്തിനായുള്ള വേദി നിശ്ചയിച്ചു. യുദ്ധം, നല്ലതും തിന്മയും തമ്മിലുള്ള പോരാട്ടം 18 തീവ്രമായ ദിവസങ്ങൾക്കായി. ശ്രീകൃഷ്ണന്റെ മാർഗനിർത്തിയായ അർച്ചിഫീൽഡിൽ സമാനതകളില്ലാത്ത വലയത്തോടെ പോരാടി. പവിത്രമായ പഠിപ്പിക്കലായി കൃഷ്ണൻ വെളിപ്പെടുത്തി. തന്റെ കടമ അർജുനയെ ഓർമ്മപ്പെടുത്തുന്നു. പൊടി സ്ഥിരതാമസമാക്കിയപ്പോൾ പാണ്ഡവർ വിജയികളായി ഉയർന്നു, എന്നാൽ ഒരു വലിയ ചെലവിൽ. ഭീഷ്മ ഉൾപ്പെടെയുള്ള കാവും രവാന്മാർ പരാജയപ്പെട്ടു. രാജ്യം അവർ ഭരിക്കാമായിരുന്നു. എന്നിട്ടും സിംഹാസനത്തിൽ പോലും യുദ്ധത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കടുത്ത ശുദ്ധീകരിക്കാൻ വിധി പര്യാപ്തമല്ലെന്ന് പാണ്ഡവന്മാർക്ക് അറിയാമായിരുന്നു. അവർ വീണ്ടെടുപ്പ് തേടി. അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാരം അനുഭവപ്പെട്ടു. സമന്വയം അവരെ തങ്ങളുടെ രാജ്യത്തിന്റെ പുറകിൽ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്കുള്ള ആത്മീയ യാത്ര ആരംഭിക്കാൻ അവരുടെ രാജ്യത്തിന്റെ പുറകിൽ നിന്ന് പുറപ്പെടാൻ. അവർ സഞ്ചരിക്കുമ്പോൾ അവർ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു. ഓരോന്നായി അവരുടെ പ്രിയപ്പെട്ട ദ്രൗപദി, നകുല, സഹദേവ, ഭീമ, അർജുന എന്നിവരെ എല്ലാറ്റിന്റെയും അപൂർണിക്കാവസ്ഥയെ പ്രതീകപ്പെടുത്തുന്നു. ഒടുവിൽ മൂത്തയായ യുധിഷ്ഠിര, ദേവന്മാർ അവനെ കാത്തിരുന്നിടത്ത് സ്വർഗത്തിന്റെ വാതിലുകളിൽ എത്തി. അവിടെ പാണ്ഡവർക്ക് അവരുടെ മനുഷ്യരൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അവരുടെ നീതിയുടെ പ്രതിഫലം. അവരുടെ പുനർജന്മം അവരുടെ മുൻകാല പോരാട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, മറിച്ച് സദ്ഗുണത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ധർമ്മത്തിലേക്കുള്ള ഭക്തിയെയും അവർ ദൈവികരുടെ ഇടയിൽ സ്ഥാനം നേടി. അവരുടെ കഥ നല്ല വിജയം നൽകുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. വലിയ യുദ്ധങ്ങൾക്ക് ശേഷിക്കും ആത്മാവ് നീതിയുടെ വെളിച്ചത്തിൽ അതിന്റെ യഥാർത്ഥ ഭവനം കണ്ടെത്തുന്നു.